പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി നമ്മൾ ബംഗാളിലേക്ക്. ബംഗാളിൽ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 5 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ RN രവിയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে നിർവാഹ করিব। ഇപ്പോൾ YS അഭിനന്ദ് ചേരുന്നുണ്ട്. YS അഭിനന്ദ്, ബംഗാളിൽ അങ്ങനെ ഒരു പുതുചരിത്രം കുറിക്കുകയാണ്. ബംഗാളിന്റെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലല്ലേ? ഡോക്ടർ അരുൺകുമാർ, മമതയുടെ വലങ്കയായ സുവേന്ദു അധികാരി BJPയുടെ പശ്ചിമബംഗാളിലെ ആദ്യ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കരം പിടിച്ച് NDAയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കരം പിടിച്ച് ഇന്ന് സുവേന്ദു അധികാരി അങ്ങനെ അധികാരത്തിലേക്ക് എത്തി. സുവേന്ദു അധികാരി 2021 77 സീറ്റുകൾ നേടിക്കൊടുത്തു. ഇത്തവണ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി പശ്ചിമബംഗാളിലെ BJPയെ വിജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്നടക്കമുള്ള മാനദണ്ഡങ്ങളാണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് സുവേന്ദു അധികാരിയെ എത്തിച്ചതൊപ്പം തന്നെ മമതയുടെ തട്ടകത്തിൽ പോയി 2 തവണയാണ് മമതയെ കടപുഴക്കി വീഴ്ത്തി സുവേന്ദു അധികാരി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതടക്കം പരിഗണിച്ച് സുവേന്ദു അധികാരി എന്നൊരൊറ്റ പേരിലേക്ക് തന്നെ BJP എത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര നിരീക്ഷകനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് അവിടെ എത്തിയിരുന്നു. അശോക് കീർത്തനിയ, അഗ്നിമിത്ര പോൾ, ദിലീപ് ഘോഷ്, നിസി തമാണി, ക്ഷുതിരം ദുഡു എന്നിവരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇവർ പിന്നീടായിരിക്കും ഇവരുടെ വകുപ്പുകൾ ഏതൊക്കെയെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. ബഹുഭൂരിഭാഗം MLAമാരും സുവേന്ദു അധികാരി തന്നെയായിരുന്നു പിന്തുണച്ചത്. മികച്ച ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നും കഷ്ടപ്പാടിന്റെ BJP പ്രവർത്തകരുടെ കഷ്ടപ്പാടിന്റെ വിജയമാണ് ഇത്തവണ പശ്ചിമ ബംഗാളിൽ ഉണ്ടായത്. വനിതാ സംവരണ നിയമ ഭേദഗതി ബില്ല് പോലും പരാജയപ്പെടുത്താൻ നീക്കം നടത്തിയ തൃണമൂൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും അടക്കം ചുട്ട മറുപടി അത് പശ്ചിമ ബംഗാൾ നൽകി. ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരായി BJPയുടെ സർക്കാർ, അത് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ മാറുമെന്ന ഉറപ്പൊക്കെയാണ് നൽകിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ അവിടെ നടക്കുമെന്നത് നമുക്ക് കാണാം. അപ്പോഴും തൊട്ടപ്പുറത്ത് സംഘർഷങ്ങൾ വ്യാപകമായി തുടരുന്നു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ, ഇപ്പുറത്ത് BJPയുടെ അക്രമ സംഭവങ്ങൾ. എന്തായാലും ഇനി അങ്ങോട്ട് BJPയുടെ ഭരണം എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം. ഇന്ത്യ മുഴുവൻ പിടിച്ച ഒരു ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ BJP പ്രകടിപ്പിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബംഗാളിന്റെ ചരിത്രം എന്നാൽ ബംഗാളിൽ ഒരു പാർട്ടിയെ ബംഗാളിലെ ജനത അധികാരത്തിലേറ്റിയാൽ അത്ര പെട്ടെന്നൊന്നും കൈയൊഴിയുന്ന മട്ടില്ല. ചുരുങ്ങിയത് 3 ടേമെങ്കിലും മിനിമം അവർക്ക് കൊടുത്തിട്ടാണ് ബംഗാളിൽ അധികാരികളെ കൈയൊഴിയാറുള്ളത്. BJP കുറിക്കാൻ പോകുന്നത് ലോങ് ഇന്നിങ്സ് ആണോ ഷോർട്ട് ഇന്നിങ്സ് ആണോ? പുതിയ ചരിത്രമാകുമോ? കാത്തിരുന്നറിയാം.